எஸ் ராஜேந்திரன் பிஜேபியில் இணையப் போவதில்லை என்று உறுதியளித்துள்ளதாக சிபிஎம் மாவட்ட செயலாளர் சி.வி. வர்கீஸ் 31ஆம் தேதி முதல் தேர்தல் பணிகளில் ஈடுபடுவார். தான் நேரடியாக எஸ் ராஜேந்திரனுடன் பேசியதாகவும் தனிப்பட்ட காரணங்களுக்காக மட்டுமே அவர் டெல்லி சென்று வந்ததாகவும் சி.வி. வர்கീസ് കൂറിனார். രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ അവിടെ പറഞ്ഞു അയാളുടെ അനുജൻ്റെ പേഴ്സണലായ ഒരു കാര്യത്തിന് വേണ്ടി ജാവേക്കറെ കണ്ട് അയാളൊരു വികലാംഗനാണെന്ന് അറിയാലോ, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി പോയി. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകം ഒരു സാഹചര്യത്തിൽ പോയത് സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് രാജേന്ദ്രൻ്റെ കൂച്ചുവിലക്കൊന്നും CPM തീരുമാനിച്ചിട്ടില്ല, ഒരു ഉരുവിലക്കുമില്ല. അതുകൊണ്ട് രാജേന്ദ്രൻ പോയി. രാജേന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പ് സജീവമാണ്. രാജേന്ദ്രൻ തന്നെ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സെൻസിറ്റീവ് ഏരിയ പോയിരുന്നതിന് മാധ്യമക്കാരോട് പറഞ്ഞു. അതോടുകൂടി ആ വിഷയം തീർന്നു. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും രാജേന്ദ്രൻ്റെ കാര്യത്തിലില്ല. പിന്നെ ഞങ്ങളെക്കാൾ വലിയ ആശങ്കയും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത്രേ ഉള്ളൂ. തുടരും രാജേന്ദ്രൻ CPM തുടരുമെന്ന് രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ CPM തുടരും, BJPയിലേക്കില്ല. പിന്നെ ഒരാളോട് വ്യക്തിപരമായി ഇപ്പോൾ BJPയുടെ ഒരു നേതാവിനെ പോയി ഒന്ന് കണ്ടു എന്നുള്ളത് കൊണ്ട് അതൊരു സൗഹൃദ സംഭാഷണത്തിന് അപ്പുറമായൊന്നുമില്ല എന്ന് രാജേന്ദ്രൻ പറഞ്ഞു. അതോടുകൂടി അത് അടഞ്ഞ അധ്യായമാണ്. രാജേന്ദ്രനെ സംബന്ധിച്ച് CPM വിട്ടു പോകുന്നുള്ള വാദങ്ങൾ ഇതുവരെയുള്ള സ്ഥിതിയിൽ അടഞ്ഞ അധ്യായമാണ്. രാജേന്ദ്രൻ CPMനകത്ത് സജീവമായി പ്രവർത്തിക്കും. രാജേന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് ഇറങ്ങും. അതിനൊന്നും യാതൊരു തർക്കമില്ല. ഇപ്പോൾ 2-3 ദിവസം കൂടെ അദ്ദേഹത്തിന് ഇപ്പോൾ രാവിലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേഴ്സണലായ ചില കാര്യമുണ്ട്. 31ആം തീയതി മുതൽ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി അവിടെ പ്രവർത്തനങ്ങളുണ്ടാവും. ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ചർച്ച നടത്തി അതിപ്പോൾ ഒരാളിനെ ഒരു പ്രദേശത്ത് അതായാലും പോയി പേഴ്സണലായി പോയൊരു കാര്യം പേഴ്സണലായി പോയപ്പോൾ ഇങ്ങനെ രാജേന്ദ്രൻ അറിയാൻ പറ്റുമോ? രാജേന്ദ്രൻ്റെ പുറകെ ഇങ്ങനെ മാധ്യമക്കാരുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ എടുത്താൽ മതിയെന്നേ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, ഒരാശങ്കയില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. രാജേന്ദ്രൻ CPMനകത്ത് നിന്ന് മറ്റു പേരെ നിലപാടുകൾ സ്വീകരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കും. ആവർത്തിച്ച രാജേന്ദ്രൻ തന്നെ BJPക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയുന്നതിനപ്പുറം വേറെ എന്തിനാണ് നമ്മൾ വേറെ എടുക്കേണ്ടത്? പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതിയിൽ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ പോയപ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഞങ്ങൾ CPMനകത്ത് നിന്നും കൂടെ ആൾ പോയി തീരുന്നു, അതിനൊരാണിയായി രാജേന്ദ്രൻ ഉപയോഗിക്കാമെന്ന് ശ്രമിക്കുന്നതിനപ്പുറമായി ഈ വാർത്തയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല.